യുഎഇയിൽ നടന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നിട്ടും ബാറ്റിംഗിൽ കാര്യമായി അവസരം ലഭിക്കാതെ പോയ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഏറ്റവും പുതിയ ICC T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ നടത്തിയ മുന്നേറ്റം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു നിർണായക വഴിത്തിരിവായിരിക്കുകയാണ്. നേരത്തെ 39ാം റാങ്കിലായിരുന്ന സഞ്ജു 8 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 31ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഈ നേട്ടം അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ കഴിവ് തെളിയിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. സഞ്ജുവിന്റെ ഈ റാങ്കിംഗ് നേട്ടം ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകിയിട്ടുണ്ട്. ഏഷ്യ കപ്പിൽ സഞ്ജുവിന് പകരം ഇന്ത്യൻ ടീമിൽ ഓപ്പണിംഗ് സ്ഥാനം നൽകിയ യുവതാരം ശുഭ്മാൻ ഗില്ലിനേക്കാൾ ഒരു സ്ഥാനം മുന്നിലാണ് ഇപ്പോൾ സഞ്ജു സാംസൺ. പുതിയ റാങ്കിംഗ് പ്രകാരം ഗിൽ 32ാം സ്ഥാനത്താണ്. ഏഷ്യ കപ്പിൽ ഓപ്പണറായി ഇറങ്ങിയ ഗില്ലിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ടൂർണമെന്റിൽ 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 127 റൺസ് മാത്രമാണ് ഗില്ല് നേടിയത്. എന്നാൽ 4 മത്സരങ്ങളിൽ മാത്രം ബാറ്റിംഗ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും ഗില്ലിനേക്കാൾ കൂടുതൽ റൺസ്, അതായത് 132 റൺസ് നേടാൻ സഞ്ജുവിന് കഴിഞ്ഞു. ഇത് സഞ്ജുവിന്റെ കരിയറിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് കടന്നു വരാൻ കഠിനമായി പരിശ്രമിക്കുകയും അതിനുശേഷം സ്ഥിരമായ ടീമിൽ ഇടം നിലനിർത്താൻ പാടുപെടുകയും ചെയ്ത ഒരു കരിയർ പാതയാണ് സഞ്ജുവിൻ്റെത്. 2011-12 സീസണിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു കേരളത്തിലെ ക്രിക്കറ്റിലെ ഒരു പ്രധാന താരമായി വളരെ വേഗം വളർന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 65 മത്സരങ്ങളിൽ നിന്ന് 3834 റൺസും ലിസ്റ്റ് എ മത്സരങ്ങളിൽ 128 കളികളിൽ നിന്ന് 3487 റൺസും നേടിയിട്ടുണ്ട്. ഈ പ്രകടനങ്ങൾ അദ്ദേഹത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ കൊണ്ടുവന്നു. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്ന് 2013 IPL രാജസ്ഥാൻ റോയൽസിനൊപ്പം നടത്തിയ പ്രകടനമാണ്. ആ സീസണിൽ നടത്തിയ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിന് എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് നേടിക്കൊടുത്തു. പിന്നീട് ഡൽഹി ഡെയർ ഡെവിൾസിനും കളിച്ച സഞ്ജു IPL ഏറ്റവും സ്ഥിരതയുള്ള താരങ്ങളിൽ ഒരാളായി മാറി. 177 IPL മത്സരങ്ങളിൽ നിന്ന് 4704 റൺസ് നേടിയ സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ നായകനായും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2021 പഞ്ചാബ് കിങ്സിനെതിരെ നേടിയ 119 റൺസാണ് IPL അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിന് ഇത്രയധികം അവസരം ലഭിച്ചിരുന്നില്ല. 2015 സിംബാബ്വെക്കെതിരെ T20 അരങ്ങേറ്റം കുറിച്ച ശേഷം ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വിക്കറ്റ് കീപ്പർ, ബാറ്റർ എന്ന നിലയിൽ ഋഷഭ് പന്ത്, ദിനേശ് കാർത്തിക് തുടങ്ങിയവരുടെ ശക്തമായ മത്സരവും ടീം കോമ്പിനേഷനിലെ മാറ്റങ്ങളും സഞ്ജുവിന് പ്രതികൂലമായി ബാധിച്ചു. എന്നിരുന്നാലും ലഭിച്ച അവസരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. 42 T20 മത്സരങ്ങളിൽ നിന്ന് 993 റൺസും 16 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 510 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ സെഞ്ചുറിയും T20 ബംഗ്ലാദേശിനെതിരെ നേടിയ സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് തെളിയിക്കുന്നു. സഞ്ജുവിന്റെ കരിയറിലെ പ്രധാന വെല്ലുവിളി സ്ഥിരമായി ഒരു ടീമിൽ നേടാൻ കഴിയാത്തതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ ടീമിലെ ചില താരങ്ങൾ ഒരു സ്ഥാനത്തിനായി മത്സരിക്കുമ്പോൾ സഞ്ജു പലപ്പോഴും അവസരത്തിനായി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും തന്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈവിടാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഏഷ്യ കപ്പിലെ പ്രകടനം സഞ്ജുവിന് പ്രതീക്ഷ നൽകുന്നതാണ്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും തന്റെ കഴിവ് പൂർണ്ണമായി പ്രകടമാക്കാനും സഞ്ജുവിന് സാധിക്കുമെന്നതിൽ അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിക്കുന്നു. യുവതാരങ്ങളായ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ എന്നിവർക്കൊപ്പവും സഞ്ജുവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി മുതൽക്കൂട്ടാണെന്ന് ഈ റാങ്കിംഗ് മുന്നേറ്റം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കരിയർ വെറും ഒരു കളിക്കാരൻ്റെതല്ല, മറിച്ച് നിരന്തരമായ പരിശ്രമത്തിന്റെയും അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നതിന്റെയും ഒരു പൂർണ്ണ കഥ കൂടിയാണ്.